ഹലോ, അസ്സലാമു അലൈക്കും. വാവ ആൻഡ് പൊന്നൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഉംറയ്ക്ക് പോയ ഒരു ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ ഉംറയ്ക്ക് പോയതായതുകൊണ്ട് തന്നെ ഒരുപാട് വീഡിയോസൊന്നും എടുത്തിട്ടില്ല. നമുക്ക് ഉംറ ചെയ്യാൻ പോകുമ്പോൾ ഫോണും എടുത്ത് വീഡിയോസ് എടുത്തുകൊണ്ട് നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ലല്ലോ. നമ്മൾ അങ്ങനെ ഒരു കാര്യത്തിന് പോകുമ്പോൾ ഒരുപാട് വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. പിന്നെ പോരാത്തതിന് ഇരിക്കുന്ന ആൾ എന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കി പേടിപ്പിക്കുന്നുണ്ട്. ഉംറയ്ക്ക് പോകുമ്പോഴും ഫോൺ പൊക്കി പിടിച്ച് വീഡിയോ എടുക്കുന്നുണ്ട് എന്നുള്ള ഒരു ഭാവത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്കുള്ള ചെറിയ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ഉൾപ്പെടുത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ബസ്സിലാണ് യാത്ര തിരിച്ചത്. ഈ ബസ്സിനകത്ത് ഏകദേശം 30-35 പേരുണ്ട്. 35 പേരും പിന്നെ ഇതെല്ലാം നിയന്ത്രിക്കാൻ വേണ്ടി 2 ഉസ്താദന്മാരും ഒക്കെ ആയിട്ടാണ് ഉംറയ്ക്ക് പോയത്. അപ്പോൾ അവരാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് കൊണ്ടുപോകുന്നത്. അങ്ങനെയാണ് യാത്ര. വ്യാഴാഴ്ച ഏകദേശം ഉച്ചയ്ക്ക് 2 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളിവിടുന്ന് യാത്ര തിരിച്ചത്. അപ്പോൾ നേരെ മക്കയിലോട്ട് തന്നെയാണ് പോകുന്നത്. ഇവിടുന്ന് ഏകദേശം 12-14 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു വ്ളോഗാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് ആധികാരികമായി ഒരുപാടൊന്നും പറഞ്ഞ് തരാൻ അറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉംറയ്ക്ക് പോകുന്നത് ഇവിടെ വന്നതിന് ശേഷം. അപ്പോൾ അതുകൊണ്ട് തന്നെ പരിമിതമായ അറിവുകൾ മാത്രമേ എനിക്കിതിനെക്കുറിച്ചുള്ളൂ. അപ്പോൾ നമുക്ക് വേണ്ട അറിവുകളെല്ലാം നമുക്ക് ഉസ്താദ് വണ്ടിയിലിരുന്ന് പറഞ്ഞു തരും. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മളവിടെ ചെന്ന് ഓതേണ്ട നിയ്യത്തുകൾ, നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് അവിടെ വെച്ച് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതൊന്നും എനിക്കിതിനകത്ത് ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. പോരാത്തതിന് എനിക്ക് അവിടെ പോയതിൻ്റെ എല്ലാ വീഡിയോസും തന്നെയും ഉൾപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഉസ്താദിൻ്റെ കണ്ണ് വെട്ടിച്ചും ഹസ്ബൻഡിൻ്റെ കണ്ണ് വെട്ടിച്ചും ഞാൻ പകർത്തിയിരിക്കുന്ന ചില ചെറിയ വീഡിയോസ് മാത്രമേ ഇതിനകത്തുള്ളൂ. അപ്പോൾ പോകുന്നവർ മീക്കാത്തിൽ പോയി ഇഹ്റാം കെട്ടുന്നതൊന്നും എനിക്കിതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇഹ്റാം കെട്ടിയതിന് ശേഷം 2 റക്അത്ത് അവിടെ നമസ്കരിച്ചതിന് ശേഷമാണ് നമ്മൾ നേരെ ഹറമിലേക്ക് വന്നത്. അപ്പോൾ ഹറമിൽ വന്നിട്ടുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. അവിടെയും നമുക്ക് ഉംറ ചെയ്യുന്നതോ വഫാത്ത് ചെയ്യുന്നതോ ഒന്നുമായിട്ടുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു സ്ഥലത്ത് ചെന്നതിന് ശേഷം നമുക്കങ്ങനെ ഫോൺ എടുത്ത് വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമല്ല. പോരാത്തതിന് നമ്മളവിടെ ചെല്ലുമ്പോൾ നമുക്കത് ഹറം കാണുമ്പോഴും കഅബ കാണുമ്പോഴും ഒക്കെ ഒരു പ്രത്യേക ഫീലിങ്സാണ്. അപ്പോൾ നമുക്ക് എത്രയോ പേര് വരാൻ കൊതിക്കുന്നൊരു സ്ഥലം. അപ്പോൾ നമുക്കവിടെ എത്താൻ പറ്റിയതിന് തന്നെ വലിയൊരു കാര്യം. അപ്പോൾ ആ ഒരു സന്തോഷം, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, അവിടെ എത്തിച്ചേർന്നല്ലോ എന്നുള്ളൊരു ഇത്. ഇനി നമുക്ക് അവിടെ പോകുന്നു എന്നറിയുമ്പോൾ തന്നെ ഒരുപാട് പേര് നമ്മളോട് ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒരുപാട് നമ്മളോട് പറഞ്ഞിട്ടുള്ളവർക്കും എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആയൊക്കെ ചെയ്തു. അപ്പോൾ തവാഫ് ചെയ്തതിന് ശേഷം സംസം വെള്ളമൊക്കെ കുടിക്കണം. അതിന് ശേഷം പിന്നെ നമ്മൾ സഫ മർവയിലേക്ക് പോകുന്നതാണ് കാണുന്നത്. അപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ തിരക്കുണ്ടായിരുന്നു. എങ്കിലും ഞങ്ങളവിടെ എത്തിയ സമയമെന്ന് പറയുന്നത് സുബഹി സമയമാണ് നമ്മളവിടെ എത്തിയത്. ഏകദേശം ഒരു 4 മണിയൊക്കെ വെളുപ്പിന് ഒരു 4 മണിയൊക്കെ ആയ സമയത്ത് അവിടെ എത്തിയത് കൊണ്ട് വെയിലൊക്കെ വരുന്നതിന് മുമ്പേ ഒരു രാവിലെ 9 മണിക്ക് മുമ്പേ തന്നെ നമുക്ക് ഉംറയൊക്കെ കഴിയാൻ പറ്റി. അപ്പോൾ അവിടെ നിൽക്കുന്ന കുറച്ച് വീഡിയോസാണ് ഈ കാണുന്നത്. അവിടെ കാണുന്ന ക്ലോക്ക് ടവറൊക്കെ നമുക്ക് ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിനൊരു പ്രത്യേക ഫീലിങ്സാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് അവിടെ എത്തുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഫീലിങ്സ് നമുക്ക് കറക്റ്റ് എനിക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയത്തില്ല. കാരണം അങ്ങനെയാണ് നമുക്കവിടെ ചെന്നാൽ തോന്നുന്നത്. ഇനിയും നമുക്കവിടെ എത്താൻ ഭാഗ്യം തരണേ എന്നുള്ളൊരു ദുആ മാത്രമായിരിക്കും നമുക്ക് തോന്നുന്നത്. അതിനുശേഷം നമ്മൾ നേരെ റൂമിലാണ് പോയത്. അവിടെ തന്നെ റൂം എടുത്തിട്ടുണ്ടായിരുന്നു. ഹറമിനടുത്ത് തന്നെയാണ് റൂം. ഏകദേശം നല്ല സൗകര്യമൊക്കെ ഉള്ള റൂമായിരുന്നു. 5 ബെഡൊക്കെ ഉള്ള ഒരു റൂമാണ് നമുക്ക് ഫാമിലിക്കായിട്ട് നൽകിയിട്ടുള്ളത്. ഒരു ബാത്റൂമും ഒരു ചെറിയ ഫ്രിഡ്ജും
എല്ലാമൊക്കെ ഉള്ള അത്യാവശ്യം നല്ലൊരു റൂമാണ് അവിടെ കിട്ടിയിരുന്നത്. അപ്പോൾ റൂമിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം ജുമാ നമസ്കരിക്കുന്നതിന് വേണ്ടി അവിടേക്ക് പോയി. അപ്പോൾ അതൊന്നും ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല. അതിനുശേഷം പിന്നെ വൈകുന്നേരം മഗ്‌രിബിന് വീണ്ടും നമ്മളവിടെ എത്തി. അത് കഴിഞ്ഞ് നമസ്കരിച്ച് സഫാത്ത് കഴിഞ്ഞതിന് ശേഷം വിടവാങ്ങൽ കഴിഞ്ഞു. അതിന് സമയത്തൊക്കെ ചൊല്ലേണ്ട നിയത്തുകളും ദുആകളും ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഉസ്താദ് പറഞ്ഞു തരും. നമ്മളതനുസരിച്ചെല്ലാം ചെയ്യണം. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രി ഇശാ നമസ്കാരത്തിന് ശേഷം നമ്മൾ നേരെ മദീനയിലേക്കാണ് തിരിച്ചത്. അപ്പോൾ അവിടെ നിന്നും ഏകദേശം നല്ല ദൂരമുണ്ട്. ഇശാ നമസ്കാരം കഴിഞ്ഞ് നമ്മളവിടുന്ന് തിരിച്ചു കഴിഞ്ഞാൽ മദീനയിലെത്തുമ്പോഴേക്കും വെളുപ്പിന് ആവുമെന്നാണ് പറഞ്ഞത്. അത്രമാത്രം ദൂരം തന്നെ അവിടെ നിന്നും ഉണ്ട്. അപ്പോൾ ബസ്സിൽ വീണ്ടും യാത്ര തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരെ ദൂരെ കാണുന്ന കൂപ്പ മസ്ജിദിലാണ് നമ്മൾ വീണ്ടും വന്നിട്ടുള്ളത്. അവിടെ ഇറങ്ങിയതിന് ശേഷം നമ്മൾ പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു കുളിച്ച് ഫ്രഷ് ആയതിന് ശേഷം അവിടെ നിന്നാണ് നേരെ മദീനയിലേക്ക് യാത്ര തിരിച്ചത്. അപ്പോൾ സുബഹി നമസ്കാരം നേരെ അവിടെ പോയിട്ട് ചെയ്യാമെന്നുള്ള രീതിയിലാണ് നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ടത്. അപ്പോൾ എല്ലാ വീഡിയോസും നമ്മൾ ഏതൊക്കെ പോകുന്ന വഴിയിലിറങ്ങിയ മസ്ജിദുകളൊന്നും എനിക്കിതിനകത്ത് ഫുള്ളായിട്ട് ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. കാരണം അറിയാമല്ലോ, അപ്പോൾ ഫോൺ അങ്ങനെ എടുക്കാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് ഇടയ്ക്കൊക്കെ പറ്റുന്ന വീഡിയോസൊക്കെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങി കുളിച്ച് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് 2 റക്അത്ത് നമസ്കരിച്ചതിന് ശേഷം ഇവിടെ നിന്നാണ് നമ്മൾ മദീനയിലേക്ക് പുറപ്പെടാമെന്ന് വിചാരിച്ചത്. പോകുന്ന വഴി ഈ വേറൊരു മസ്ജിദിലും കൂടെ ഞങ്ങൾ കയറിയായിരുന്നു. അവിടെ സിയാറത്തൊക്കെ ചെയ്തു. അതിന് ശേഷമാണ് മദീനയിലേക്ക് പുറപ്പെട്ടത്. അപ്പോൾ ഓരോ മസ്ജിദിൽ ചെല്ലുമ്പോഴും അവിടുത്തെ കഥകൾ, അവിടെ എന്തൊക്കെയാണ് അവിടുത്തെ പ്രത്യേകതകൾ എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് നമുക്ക് ഉസ്താദ് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ മദീനയിലെത്തി. മദീനയിൽ നമ്മൾ ളുഹർ നമസ്കാരം സമയത്തൊക്കെ ആയപ്പോഴത്തേക്കാണ്, അതിന് മുമ്പ് ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ആ സമയത്തൊക്കെ മദീനയിലേക്ക് എത്തിയിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നേരെ പള്ളിയിലേക്കാണ് പോയത്. അപ്പോൾ മദീനയിൽ ചെന്നതിന് ശേഷം പ്രത്യേക റൂമൊന്നും എടുത്തിരുന്നില്ല. പള്ളിയിൽ തന്നെ നമുക്ക് മാക്സിമം സമയം നിൽക്കാമെന്നുള്ള രീതിയിലാണ് നേരെ അങ്ങോട്ട് പോയത്. അപ്പോൾ അവിടെ ളുഹർ നമസ്കാരവും എല്ലാം കഴിഞ്ഞ് അസറും കഴിഞ്ഞിട്ട് മദീനയിൽ നിന്ന് പുറപ്പെടാമെന്നായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. അതേ രീതിക്ക് തന്നെയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ മദീനയിൽ അത്ര സമയം നിന്ന് ളുഹർ അസർ നമസ്കരിച്ച് സിയാറത്ത് ചെയ്ത് ദുആ ചെയ്തു. എല്ലാം റാഹത്തായിട്ട് അൽഹംദുലില്ലാഹ് നന്നായിട്ട് നടന്നതിന് ശേഷം വൈകുന്നേരം ഒരു 4 മണിക്ക് ശേഷം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ യാത്ര തിരിച്ചത്. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്, എനിക്കെല്ലാം ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.